ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫുൾ ഹോം ഓർഗനൈസിങ് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള ഓരോ ഷെൽഫുകളും ഒതുക്കിയിരുന്നു. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ വേണമെങ്കിൽ കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ കുട്ടികളുടെ റൂം അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെയൊക്കെ റൂം എങ്ങനെയാണ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മക്കൾ യൂസ് ചെയ്യുന്ന റൂം. അത് ഭയങ്കര വലിയ റൂമല്ല, എന്നിരുന്നാലും അത്യാവശ്യം ഐറ്റംസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അവർക്ക് പഠിക്കാനും അവർക്ക് അവിടെ നിന്ന് ക്രാഫ്റ്റ് ചെയ്യാനും അവരുടെ ഡ്രസ്സുകൾ സ്റ്റോറി ബുക്സും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു റൂമിലാണ്. അപ്പോൾ ഈ ഒരു റൂം ഇപ്പോൾ നമ്മൾ മേക്ക് ഓവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നോർമലിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് ആ രീതിക്കാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ ഒരേ തീമിലും മേക്ക് ഓവറൊക്കെ ചെയ്ത് കളർ കോഡൊക്കെ ചെയ്ത്, അതായത് റോസ് കളറിൽ ബ്ലൂ കളർ അങ്ങനെയൊക്കെ ആയിരിക്കും. എൻ്റെ മക്കൾ തീരെ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ അവരുടെ റൂം ഈ കാണുന്ന രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരുന്നത്. പ്രായം മാറുന്നതനുസരിച്ച് റൂമിൻ്റെ ഓർഗനൈസിങ് സിസ്റ്റവും എല്ലാം മാറാനായിട്ട് തുടങ്ങി. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടേതായ ഒരു സ്റ്റൈലിലാണ് അവർ ഒതുക്കി വെച്ചിരിക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് ഇഷ്ടം, അവർക്ക് തിരിച്ച് ഒതുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ തന്നെയാണ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് കുറേ കാര്യങ്ങൾ അവിടെ പോയി ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ പണ്ട് ഞാൻ കുറേയും കൂടി അവരുടെ റൂം ഒതുക്കാനായാലും ക്ലീനിങ്ങിനായാലും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുമെങ്കിൽ ഇന്ന് അത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ റൂം ഈ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ടേബിളുകൾ നമ്മൾ ജനാലയുടെ അരികത്തേക്ക് ഇട്ടിട്ടുണ്ട്. ബെഡാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണ് ഇട്ടിട്ടുള്ളത്. ടേബിളിമേ ആയാലും അറേഞ്ച്മെൻറ്റ് മക്കൾ തന്നെയാണ് അവരുടെ ഇഷ്ടത്തിന് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊന്നും ഞാൻ പോയി ഒന്നും മാറ്റാറുമില്ല. അവരുടേതായ രീതിയിൽ അവരുടെ കുറേ ക്രാഫ്റ്റും കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കാണാതായി കഴിഞ്ഞാൽ അവർ വരും, ഇതൊക്കെ അവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ കാര്യമായിട്ട് ഞാനായിട്ട് ഒതുക്കാനൊന്നും പോകാറില്ല. നേരത്തെ പറഞ്ഞ പോലെ അവർ തന്നെയാണ് ക്ലീനിങ്, അലങ്കോലാക്കിയാലൊക്കെ അവർ തന്നെയാണ് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ചെയ്യുന്നത്. നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന ഐറ്റംസ് ഇന്ന സ്ഥലത്ത് വെക്കുന്നത്. അത് മാത്രമേ ഞാൻ ആകെ ചെയ്തിട്ടുള്ളൂ. ഈ സൈഡിലാണ് ബെഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ക്വീൻ സൈസ് ആയിട്ടുള്ളൊരു ബെഡാണ്. ഇതിൽ നമ്മൾ വിരിച്ചിരിക്കുന്ന ഷീറ്റ് ഒരു ഫ്രോസൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പിക്ചറുള്ള ഷീറ്റാണ്. ഇത് നിങ്ങൾ കുറേ നാൾ മുമ്പത്തെ വീഡിയോ എടുത്താൽ അതിൽ കാണും. ഒരു 5 വർഷത്തോളമായി യൂസ് ചെയ്യുന്നു, ഒരു കേടുമില്ല. പിന്നെ നമ്മൾ 3 ക്യൂട്ടായിട്ടുള്ള കുഷ്യൻസ് വെച്ചിട്ടുണ്ട്, സ്റ്റാറിൻ്റെയും മൂണ്ടിയൊക്കെ ഷേപ്പിലായിട്ടുള്ളത്. തൊട്ട് സൈഡിൽ ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷെൽഫാണ് വെച്ചിരിക്കുന്നത്. ഇവർ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന, ഇപ്പോൾ ഇവരുടെ വീട്ടിലിരുന്ന ഡ്രസ്സുകളാണ് ഇതിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കൂടുതലും ഇത് പല മേഖലയിൽ നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റേഷനറി ഓർഗനൈസ് ചെയ്യാനും ടോയ്സ് ഓർഗനൈസ് ചെയ്യാനൊക്കെ നമുക്ക് ടീഷർട്ട്സും പാൻറ്റുകളുമാണ് ഇതിൽ ഓർഗനൈസ് ചെയ്യാൻ എളുപ്പം. അതും ബനിയൻ മെറ്റീരിയലിൻ്റെ ഒക്കെ വലിയ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ വലിയ വലിയ ഉടുപ്പുകൾ അതൊന്നും ഓർഗനൈസ് ചെയ്യാൻ അത്ര സൗകര്യമില്ല. അപ്പോൾ ഈ ഷെൽഫിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വെക്കാം. പിന്നെ മക്കൾ ഉപയോഗിക്കുന്ന ജ്വല്ലറി അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ്, ഹെയർ ക്ലിപ്സ് അങ്ങനത്തെയൊക്കെ ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഷെയർ ചെയ്തിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് ജ്വല്ലറി അതുപോലെ ആക്സസറീസൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന്. ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞ ഹെയർ ബാൻഡുകളായാലും ഹെയർ ക്ലിപ്സ് ആയാലും ഹെയർ ടൈസൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി ഏരിയയിലോട്ട് പോകാം. ഇതാണ് ഇസാഡയും റോസിൻ്റെയും സ്റ്റഡി ഏരിയ. അപ്പോൾ ഇസാഡയുടെ ടേബിൾ കുറച്ച് വലുതാണ്. വലിയ ക്ലാസ്സിലോട്ടാകുമ്പോൾ നമുക്ക് ടേബിളും കുറച്ചും കൂടി വലുതാക്കി. അപ്പോൾ അവൾ അതുമ്പോൾ കുറേ ഓർഗനൈസേഴ്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവൾക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് കുറേ അധികം അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാനാണ് ഇതുപോലെ ഷെൽഫൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിലായിട്ട് ഒരു ഗ്രിഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുമേ അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രാഫ്റ്റുകളൊക്കെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് സ്പീക്കർ വെച്ചിട്ടുണ്ട്, പാട്ടൊക്കെ കേട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെയാണ്. പിന്നെ ഇതേ ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗ് അല്ല ബാക്ക് പാക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റഡി ലാമ്പ് വെച്ചിട്ടുണ്ട്, ക്ലോക്കും, പിന്നെ കുറച്ച് മിനിയേച്ചർ ഐറ്റംസാണ്, പിന്നെ അല്ലാതും ക്രാഫ്റ്റ് ഐറ്റംസാണ് ബാക്കി ചുറ്റും ഇരിക്കുന്നത്. കാരണം അവൾക്ക് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനത്തെ ക്രാഫ്റ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു ഡോളുകൾ അതും ഇതൊക്കെ ടേബിൾ മുതൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടം പോലെ, ചിലവർക്ക് അങ്ങനെ കുറേ ഐറ്റംസ് ടേബിൾ വയ്ക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം, നമുക്ക് സന്തോഷം തോന്നണം, അങ്ങനെയായിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വന്ന് വലിയ ഒതുക്കി മാറ്റി കഴിഞ്ഞാൽ അവർ പിന്നെ അന്വേഷിക്കാനായിട്ട് തുടങ്ങും, അതൊക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ കാര്യമായിട്ട് ഇവിടെ മാറ്റങ്ങളോ വരുത്താനോ ഓർഗനൈസ് ചെയ്യാനോ ഒന്നും പോവാറില്ല. അപ്പോൾ എന്തായാലും അവിടെ സ്റ്റേഷനറി ഐറ്റംസ്, സ്കെച്ച് പെൻസ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു ഷെൽഫുകളുണ്ടല്ലോ, അതിൽ മുഴുവനായിട്ടും പേപ്പർ ടോയ്സും പേപ്പർ ക്രാഫ്റ്റുകളും അങ്ങനത്തെ കുറേ ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ ഞാനിതേ കൂടെ ഇപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ കുഞ്ഞ് ഷെൽഫുകൾ എവിടെ നിന്ന് വാങ്ങാൻ കിട്ടാമെന്നൊക്കെ. നമുക്കത് കടകളിലും കിട്ടുന്നുണ്ട്, ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഓൺലൈനിൽ കമ്പാരിറ്റീവ്ലി വില കുറവായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് നോർമൽ കടകളിൽ മുമ്പ് ഇത്തിരി കൂടുതൽ പോലെ തോന്നി. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞ് ഷെൽഫുകൾ ഈ സെയിം മോഡൽ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതിപ്പോൾ എവിടെ നിന്ന് വാങ്ങിയാലുള്ള ലിങ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് കുറേ നാളെത്തിയതാണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഷെൽഫ്. ഞാൻ യൂസ് ചെയ്തിരുന്നത് ആ ക്രാഫ്റ്റ് ഐറ്റംസ് ഓർഗനൈസ് ചെയ്യാൻ. പിന്നീട് പൈസയ്ക്ക് കൊടുത്തു, കാരണം ഞാനിപ്പോൾ അത്രയധികം ഒന്നും ചെയ്യുന്നില്ല ക്രാഫ്റ്റ്. അവൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാനത്
അവിടെ വെച്ചു. ബാക്കി 2 പിന്നീട് മേടിച്ചിട്ടുള്ളതാണ്. പ്ലാസ്റ്റിക്കിൽ ഇതുപോലത്തെ കുഞ്ഞു ഓർഗനൈസേഴ്സൊക്കെ നമുക്ക് കൊച്ചു ഐറ്റംസൊക്കെ ഓർഗനൈസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ കുഞ്ഞൊരു കലണ്ടറും ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മളൊരു ബാക്ക് പാക്ക് കാണിച്ചല്ലോ, ഇസയുടെ ബാക്ക് പാക്കും കാണിച്ചിരുന്നു. ഇത് റോസുവിൻ്റെ ബാക്ക് പാക്കാണ്. പോപ്പിറ്റ് പോലത്തെ ഉള്ളൊരു ബാക്ക് പാക്കാണ്. ഈ ബാക്ക് പാക്ക് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ എവിടെ നിന്നാണ് ഈ ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞ് ബാഗാട്ടോ, അതിൽ ബുക്കൊന്നും കൊള്ളില്ല. ഒരു കുഞ്ഞ് വെള്ളം കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് വെക്കാൻ പറ്റുള്ളൂ. ഇവരുടെ ടേബിളിൻ്റെ 2 പേരുടെ ഇടയിലായിട്ട് ഒരു ഷെൽഫ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് ഞാൻ ഈ സൈഡ് ബർത്ത്ഡേക്ക് ഉണ്ടാക്കി അവൾക്ക് കൊടുത്തതാ ചിരട്ടയൊക്കെ വെച്ചിട്ട് ഈ ഡോള് നമുക്ക് കിട്ടിയത് ഒരു കേക്ക് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ഒരു കുഞ്ഞു ബാർബി ഡോളിനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോളിനെ ഞാൻ എടുത്തിട്ട് ഒരു ചിരട്ട മുട്ടിച്ച് അതിന് ഡ്രസ്സൊക്കെ ചെയ്ത് കവർ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പ്രിൻസസ് ബെല്ലയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് അന്ന് നടത്തിയത്. അപ്പോൾ അന്ന് ഞാൻ കുറേ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ എന്തായാലും അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ 2 ഷെൽഫിൽ. പിന്നത്തെ 3ാമത്തെ ഷെൽഫിൽ ഇത് കണ്ടപ്പോൾ ചിലർ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഇത് ലാപ്ടോപ്പ് പോലെ ഇരുന്നിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് ലാപ്ടോപ്പ് ആണോ? ഇത് ലാപ്ടോപ്പൊന്നുമല്ല, ഇത് വെറുതെ ഒരു പ്ലേ ചെയ്യുന്ന ഒരു ടോയ് ആണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്ക്രീനിൽ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാം. പക്ഷേ ലാപ്ടോപ്പോ മൊബൈലോ പോലെയൊന്നും അല്ല കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ കുറേ ഫയലുകളാണ് വെച്ചിരിക്കുന്നത്. ഈ ഫയലുകളിൽ സാധാരണ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന പ്രൊജക്റ്റുകൾ കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയാണ് ഫയൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഫയലുകളൊക്കെ നമ്മൾ സ്കൂളിലോട്ട് കൊണ്ടുപോയിരുന്നു. റോസുവിനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ ഈ ഫയലിൽ അവർ സൂക്ഷിച്ച് വെക്കുക, അവിടെ സ്കൂളിൽ തന്നെ വെച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. ഈ ഒരു ഫയൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങളുടെ മക്കൾ ഒരുപാട് പടങ്ങൾ വരയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ പേപ്പർ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫയൽ ഒരെണ്ണം നിങ്ങൾ വാങ്ങാം. ഇത് ഞാൻ വാങ്ങിയത് നോർമൽ കടകളിൽ നിന്നാണ്. 90 രൂപയാണ് വില വന്നിട്ടുണ്ടായിരുന്നത്. പ്ലാസ്റ്റിക് കവറുകളാണ് ഇതിന്മേൽ ഉള്ളത്. കുറേ പ്ലാസ്റ്റിക് കവർ പോലെയുണ്ട്. നമുക്കിതിൽ ഇഷ്ടം പോലെ ഡ്രോയിങ്സ് ഇതിൽ വെക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ 50 ഷീറ്റിൻ്റെ ഉണ്ട്, 100 എണ്ണത്തിൻ്റെ ഉണ്ട്, അങ്ങനെ പല മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ചെയ്തിരിക്കുന്ന നമ്മുടെ പിക്ചേഴ്സും ക്രാഫ്റ്റുകളൊക്കെ വെച്ചാൽ കുറേ നാൾ ഒരു കേടുമില്ലാതെ അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഞങ്ങൾ ഇങ്ങനെ ഇതിൽ വെക്കാനായിട്ട് തുടങ്ങിയത് എൻ്റെ ഓർമ്മയിൽ 2019 എൻ്റെ ഓർമ്മ. അന്ന് തൊട്ടേ വരച്ചിട്ടുള്ള എല്ലാ പിക്ചേഴ്സും നമ്മൾ ഇതിലിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇവർ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ തൊട്ടുള്ള പിക്ചേഴ്സ് ഇതിൽ വെക്കേണ്ടതായിരുന്നു എന്ന്. റോസ് വരച്ചിട്ടുള്ള കുറേ പിക്ചേഴ്സ് ഉണ്ട്, ഇസ കുറേ വരച്ചിട്ടുള്ളതൊക്കെ മിസ്സായി പോയി. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ഫയൽ. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വാങ്ങി ഇതുപോലെ പിക്ചേഴ്സ് വെച്ച് നോക്കണം കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ കവേഴ്സിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡസ്റ്റ്ബിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് ഡസ്റ്റ്ബിന്നാണ്, പിക്ചറൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് സ്കെച്ച് പെന്നുകളും കളേഴ്സും എക്സ്ട്രാ ആയിട്ടുള്ളതൊക്കെ നമ്മളിങ്ങനെ ഒരു ചെറിയ ബാസ്ക്കറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എല്ലാം കൂടി ടേബിൾ മുഴുവൻ വെക്കുകയാണെങ്കിൽ സ്ഥലമില്ല. അപ്പോൾ അതെല്ലാം തന്നെ നമ്മളിതിൽ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് ഈ കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റോസുവിൻ്റെ ടേബിൾ. അവൾക്ക് പൊതുവേ വലിയ കുറേ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് വെക്കാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് സ്ഥലം ടേബിളിമേ ഉള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലത്ത് കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് അങ്ങനെയാണ് അവൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്കെച്ച് പെന്നും കാര്യങ്ങളൊക്കെ ഒരു മഗ്ഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഡയറി എഴുതാനായിട്ട് ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചില ദിവസം അവൾക്ക് ഇഷ്ടം തോന്നുന്ന ദിവസം അവൾ ഇരുന്ന് എഴുതും. അപ്പോൾ ഇത് കുറേ മുമ്പ് മേടിച്ചൊരു ഡയറിയാണ്. ചെറുപ്പത്തിലെ അവൾ കുറേ വരച്ചൊക്കെ ഇട്ടു. ഇപ്പോഴാണ് അവൾ അതിൽ പ്രോപ്പറായിട്ട് എഴുതാനായിട്ട് തുടങ്ങിയത്. പിന്നെ അവൾ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ഐറ്റംസും അങ്ങനത്തെ കുറേ അവളുടെ ഇഷ്ടപ്പെട്ട കുറേ ഐറ്റംസൊക്കെ ആ ഒരു ട്രേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് റോസു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അലമാര ഉണ്ട്, ഈ കോർണർ ഇവിടെയാണ് മക്കളുടെ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇവിടെ ഒരു അലമാര അവിടെ ഇട്ടിട്ടുണ്ട്. അതിൽ മക്കളുടെ ഡ്രസ്സൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. വീട്ടിലേക്കുള്ള കുറച്ച് ബെഡ്ഷീറ്റുകൾ, ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് അതിലിരിക്കുന്നത്. അപ്പോൾ അതവിടെ വേറെ റൂമിലൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ആ ഒരു അലമാര ഇവിടെ ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മൾ ചെറിയൊരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ബുക്സൊക്കെ വായിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആക്ടിവിറ്റി ബോക്സുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സ്റ്റോറി ബുക്സ് നല്ലത് ഏതാണെന്ന് കുറേ പേര് സജസ്റ്റ് ചോദിച്ചിരുന്നു എന്നോട്. എനിക്കങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പോലെ അങ്ങനെ അത്ര അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്റ്റോറി ബുക്സ്. ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടി വരും നല്ല സ്റ്റോറി ബുക്സ് ഏതാണെന്ന്. എന്നിരുന്നാലും ഞാൻ കൊച്ചിലെ ഇവർക്ക് കുഞ്ഞു കുഞ്ഞ പിക്ചേഴ്സൊക്കെ ഉള്ള നല്ല നല്ല ബുക്കുകളൊക്കെയാണ് ആദ്യം എടുത്തിരുന്നത്. പിന്നെ ഇപ്പോൾ ആണ് കുറച്ചും കൂടി വായിക്കാനുള്ള പോലത്തെ കുറച്ചും കൂടി വലിയ വലിയ കഥകളൊക്കെ, വലിയ കഥകളൊന്നുമല്ല,
കുട്ടികൾക്ക് പറ്റുന്ന എന്തെങ്കിലും കഥ ബുക്കുകളൊക്കെ വാങ്ങാറ്. അങ്ങനെ കുറേ ഒരു കളക്ഷൻ ലൈബ്രറി ഒന്നും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പട്ടിക്കുട്ടിയുടെ സ്റ്റോറീസ് ഉള്ളൊരു ബുക്കാണ്, ഒരു സെറ്റാണത്. അതൊക്കെ അവർ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള ബുക്കുകളാണ്. അതുപോലെ ഇതാണെന്നുണ്ടെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബുക്കുകൾ, അതായത് ഗവൺമെൻറ് പബ്ലിക്കേഷൻ, അതിൻ്റെ ഇതിൽ നിന്ന് കുട്ടികൾക്ക് ഇവിടെ ഒരു ബുക്ക് ഫെയർ വന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ബുക്സാണ്. പിന്നെ കളറിംഗ് ബുക്ക്, അങ്ങനെയുള്ള കുറേ ബുക്സൊക്കെയാണ്. പിന്നെ ഇംഗ്ലീഷ് ഫെയറി ടെയിൽസും അതൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് വെയിറ്റ് കൂടിയ ബുക്കുകളുണ്ട്, അത് ഞാൻ അവിടെ വെച്ചിട്ടില്ല, ഷെൽഫിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഡോറിൻ്റെ പിന്നിൽ ഇതുപോലെ ഒരു ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. അതുമ്പോൾ നമ്മൾ ഇതുപോലെ ഷോളുകൾ മോള് യൂസ് ചെയ്യുന്നത് ഓർഗനൈസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. കൂടുതലും പള്ളിയിൽ പോകുമ്പോഴാണ് ഷോൾ യൂസ് ചെയ്യുന്നത്. കുഞ്ഞ് സ്റ്റോളാണത്, ചെറിയ സ്റ്റോള്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഡോറിൻ്റെ പിന്നിൽ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ID കാർഡായാലും ബെൽറ്റുകളായാലും കുഞ്ഞുള്ള പേഴ്സായാലും അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഐറ്റംസൊക്കെ നമ്മൾ ഈ ഡോറിൻ്റെ പിന്നിൽ ഹുക്കുമ്മ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഇതുമ്പോൾ കൊണ്ട് അനാവശ്യമായിട്ടുള്ളതൊക്കെ കൊണ്ട് ഹുക്കുമ്മ തൂക്കി അവിടെ കുറേ ഇതാക്കും. എന്നിരുന്നാലും നമ്മുടെ റൂമിൽ സ്പേസ് കുറവായതുകൊണ്ടാണ് നമ്മളങ്ങനെ ഹുക്ക് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഞാനൊരു ബുക്ക് സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ബാസ്ക്കറ്റ് തുണികളൊക്കെ ഇട്ട് വെക്കാനുള്ള ലോണ്ടറി ബാസ്ക്കറ്റാണ്. ഇനി നമ്മുടെ അലമാരയിൽ ഡ്രസ്സുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ കുറേ ബോക്സുകളിലും അങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ബെഡ്ഷീറ്റും പിന്നെ ബാത്ത് ടവലുമാണ് വെച്ചിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ഇസായുടെ ടീഷർട്ട്സും അതുപോലെ തന്നെ ജീൻസും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ബോക്സിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്, ഞാൻ പറഞ്ഞില്ല. പക്ഷേ പിന്നീട് ഞാൻ അത് മാറ്റിയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി. പ്രത്യേകിച്ച് ഞാനിത് മടക്കി വെച്ചാലും ഉപയോഗിക്കുന്നത് മക്കളാണ്. അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പുറത്ത് പോകാൻ വേണ്ടി എടുക്കാൻ വരുമ്പോൾ അവരത് അറേഞ്ച് ചെയ്യുന്നത് ഞാൻ വെച്ച പോലെ തന്നെ വെക്കാതാവുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്നും വേണ്ട, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് മടക്കി ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നതാണ്. ചെറുതായി ചുളിവുകളൊക്കെ ഉണ്ടാവും അവർ മടക്കി വെക്കുമ്പോൾ. അപ്പോൾ നമുക്കത് നോക്കി ആവശ്യത്തിന് തേച്ച് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ആ കാണുന്ന രീതിയിലാണ് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഓർഗനൈസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റേതായ സ്റ്റൈലിൽ തിരിച്ചതുപോലെ വെക്കാം. മറ്റുള്ളവരെല്ലാവരും അതുപോലെ ചെയ്യാൻ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അതിന് തൊട്ട് താഴെയുള്ള ഈ ഒരു ഷെൽഫിലാണ് ഞാൻ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ സ്കേർട്ടുകൾ, പാവാടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഞാൻ ഹുഡീസാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ തൊപ്പിയൊക്കെ ആയിട്ടുള്ള ഇത്തിരി കട്ടിയുള്ള ടീഷർട്ടുകളുണ്ടല്ലോ, ഇത്തിരി വലിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് കുറച്ചെണ്ണം ഉണ്ട്, രണ്ടുപേർക്കും ഒരുപോലത്തെ. അപ്പോൾ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടുകളും അങ്ങനത്തെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പാർട്ടി വെയർ ആയിട്ടുള്ള ഉടുപ്പുകൾ വല്ലപ്പോഴും മാത്രമേ അല്ലേ നമ്മൾ എടുക്കുള്ളൂ. പിന്നെ ഇത്തിരി വലുപ്പത്തിലുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഫാൻസി ആയിട്ടുള്ള ഉടുപ്പുകളൊക്കെ ഇങ്ങനത്തെ സാരി ബാഗിൽ വെച്ചിരിക്കുന്നത്. അതിൽ ഞാൻ ആകെ 3-4 ഉടുപ്പ് മാക്സിമം വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു 7 സാരി ബാഗോളം വെച്ചിട്ടുണ്ട്. അതിലാണ് ഞാനിതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല സൗകര്യമാണ്, നമുക്കൊരു ഫംഗ്ഷൻ വരുമ്പോൾ മാത്രം അതെടുക്കാം. അത് വേറെ ഡ്രസ്സുകളൊന്നും മടക്കി വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും ഒതുങ്ങിയിരിക്കാൻ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇസായുടെയും റോസുവിൻ്റെയും റൂമിലെ ഓർഗനൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ പിന്നെ ഇവിടെ ആകെ മാറ്റം വരുത്താറ് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പോൾ ബെഡ്ഷീറ്റും കേർട്ടൻസും അതിനനുസരിച്ച് മാച്ചായിട്ടൊക്കെ എല്ലാം മാറ്റും. അല്ലാത്ത സമയത്ത് നമ്മുടെ റൂമിലെ ഒരുവിധം ഷെൽഫിലെ അറേഞ്ച്മെൻറ്റ് ഏകദേശം ഈ ഒരു സെയിം രീതിയിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഒരു ഓർഗനൈസിങ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.